ഗുരുവായൂരിൽ വൃക്കദാനം ചെയ്ത യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ കടവരാന്തയിൽ അവശനിലയിൽ കണ്ടെത്തി. മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി 46 വയസ്സുള്ള സുഭാഷിനെയാണ് അവശനിലയിൽ കണ്ടെത്തിയത്. ഇയാൾക്ക് സംസാരിക്കാനോ എഴുന്നേൽക്കാനോ കഴിയാത്ത നിലയിലായിരുന്നു. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് ആളൊഴിഞ്ഞു കിടക്കുന്ന പഴയ മാവേലി സ്റ്റോറിന് മുന്നിലായിരുന്നു ഇയാൾ കിടന്നിരുന്നത്. ഒരാഴ്ചയായി ഇയാൾ ഇവിടെ കിടക്കുന്നത് കണ്ടതായി പരിസരവാസികൾ പറഞ്ഞു. സമീപത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം നൽകാറുണ്ടായിരുന്നെങ്കിലും വെള്ളം മാത്രമാണ് കുടിച്ചിരുന്നത്. വൃക്കദാനം ചെയ്തതിൻ്റെയും 3 ലക്ഷം രൂപയുടെ ബാങ്ക് ഇടപാട് നടത്തിയതിൻ്റെയും രേഖകളുണ്ട്. 2 കാലുകളിലും നീരുവന്ന് ശരീരം അനക്കാൻ പോലുമാകാത്ത നിലയിലായിരുന്നു. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇയാളെ ഇവിടെ ഉപേക്ഷിച്ചതാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മുൻ കൗൺസിലർ KV സത്താർ, ജീവകാരുണ്യ പ്രവർത്തകൻ CL ജേക്കബ്, മകൻ ഇമ്മാനുവേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഇയാളെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു.